വായുമലിനീകരണം അടക്കം തങ്ങൾ ഉന്നയിച്ച വിവിധ ആവശ്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ലോക്സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം. ശൂന്യവേളയ്ക്ക് ശേഷം ആവാമെന്ന് സ്പീക്കർ പറഞ്ഞെങ്കിലും അംഗങ്ങൾ നടുത്തളത്തിലിറങ്ങി മുദ്രാവാക്യം വിളിച്ചു. പ്രതിഷേധത്തിന് പിന്നാലെ ലോക്സഭ 2 മണിവരെ പിരിഞ്ഞു. സജു തോമസ് ആണ് വിവരങ്ങൾ നൽകാനുള്ളത്. സജു, ഡൽഹിയിലെ വായുമലിനീകരണം ഇന്ന് അതിന്റെ ഏറ്റവും ഉയർന്ന തോതിലെത്തിയിരിക്കുന്ന ദിവസമാണ്. പ്രതിപക്ഷം എന്തുകൊണ്ടാണ് ഇത് വളരെ രൂക്ഷമായി പാർലമെന്റിൽ ഉന്നയിക്കാനുള്ള കാരണം? നഫൽ, പ്രധാനമായിട്ടും വായു മലിനീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഈ വിഷയം പാർലമെന്റിൽ അടിയന്തര പ്രാധാന്യത്തോടു കൂടി ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിന് ഉത്തരമായിട്ട് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആവാമെന്ന് അദ്ദേഹം ഉത്തരം നൽകുകയും ചെയ്തു. അതായത് ഭരണ പ്രതിപക്ഷ ഭേദമില്ലാതെ തന്നെ ഈ വിഷയം പാർലമെന്റിൽ അവതരിപ്പിക്കണം. അതായത് ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ്. വലിയ തോതിൽ ജനങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നു. അതുകൊണ്ട് തന്നെ വലിയ ഒരു ആരോഗ്യ പ്രശ്നമായി ബാധിക്കുന്ന ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പാർലമെന്റിൽ ചർച്ച വേണമെന്നാണ് കോൺഗ്രസ് നേതാക്കൾ ഒന്നടങ്കം ആവശ്യപ്പെട്ടത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ മാണിക്യം ടാഗോർ അടക്കമുള്ള 2 എംപിമാർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ ആ നോട്ടീസ് ഒന്നും പരിഗണിക്കാതെ ശൂന്യവേളയിലേക്ക് പോകാൻ പാർലമെന്റിൽ, പ്രത്യേകിച്ച് ലോക്സഭയിൽ സ്പീക്കർ തയ്യാറായതിനെ തുടർന്നാണ് വലിയ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. തങ്ങൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കാതെ എന്തുകൊണ്ടാണ് ശൂന്യവേളയിലേക്ക് പോകുന്നത് എന്ന് ചൂണ്ടിക്കാട്ടി കോൺഗ്രസ് നേതാക്കളടക്കം പാർലമെന്റ് നടുത്തളത്തിലേക്ക് ഇറങ്ങി വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർത്തുകയായിരുന്നു. പ്രത്യേകിച്ച് ഇന്ന് രാവിലെ പാർലമെന്റ് ഇരുസഭകളും ആരംഭിച്ച ആദ്യഘട്ടം മുതൽ തന്നെ ഇന്നലെ രാംലീല മൈതാനിൽ കോൺഗ്രസിന്റെ വോട്ട് ചോരി യാത്രയിൽ പ്രധാനമന്ത്രിക്കെതിരായ പ്രധാനമന്ത്രിക്ക് ഖബർ എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് നേതാക്കൾ മുദ്രാവാക്യം വിളിച്ചു. പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചു. അതിൽ സഭയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അതോടൊപ്പം തന്നെ സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷനും മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടാണ് ലോക്സഭയിലും രാജ്യസഭയിലും BJP നേതാക്കൾ വലിയ തോതിൽ ശബ്ദമുയർത്തി വാഗ്വാദങ്ങൾ ആരംഭിച്ചു. അതിനെ തുടർന്ന് ഇരുസഭകളും 12 മണി വരെ നിർത്തിവെച്ചിരുന്നു. 12 മണിക്ക് ശേഷം ലോക്സഭ വീണ്ടും ആരംഭിച്ച സമയത്തോടാണ് ഈ വിഷയങ്ങളൊക്കെയും കോൺഗ്രസിന് മറുപടി പറയാനുണ്ട്. എന്നാൽ ഈ വിഷയത്തിൽ മറുപടി പറയാതെ ഏകപക്ഷീയമായിട്ട് BJPക്ക് അനുവാദം നൽകിക്കൊണ്ട് അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് അനുമതി നൽകിക്കൊണ്ട് ശൂന്യവേളയിലേക്ക് പോകാനാകില്ല എന്നുള്ള കാര്യം ഉയർത്തിക്കൊണ്ടാണ് വലിയ തോതിൽ ലോക്സഭയിൽ പ്രതിപക്ഷം ഉണ്ടായത്. ഈ പ്രതിപക്ഷ അംഗങ്ങൾ നടുത്തളത്തിലേക്ക് ഇറങ്ങി മുദ്രാവാക്യം വിളിച്ചതിനെ തുടർന്ന് 2 മണിവരെയാണ് ഇപ്പോൾ ലോക്സഭ നിർത്തിവെച്ചിരിക്കുന്നത്. നൗഫൽ.